ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാൻ ഇന്ന് റമദാൻ 2 അപ്പോൾ ഞാൻ എൻ്റെ നോമ്പ് തുറയും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ആയിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒന്ന് അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ടാക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നോമ്പിന് ഞാൻ ഒരു 3:30-4 മണിയാകുമ്പോൾ എൻ്റെ പണി തുടങ്ങും. ഇപ്പോൾ രാവിലത്തെ പണി കഴിഞ്ഞിട്ട് കുളി നിസ്കാരമെല്ലാം കഴിയുമ്പോൾ തന്നെ 1 മണിയാവും. കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ ഒന്ന് കിടന്നുറങ്ങും. പിന്നെ ഒരു 3:30-4 മണിയാകുമ്പോൾ എണീച്ചിട്ട് ബാക്കിയുള്ള പണി തുടങ്ങും. അപ്പോൾ ഞാൻ നാഷ്ടൻ്റെ പണി ആദ്യം ഉണ്ടാക്കും. നാഷ്ട കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമല്ലേ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. നോമ്പ് നോക്കിയിട്ട് എല്ലാ പണിയും എടുക്കാം. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ നല്ല ക്ഷീണമല്ലേ. അപ്പോൾ ആദ്യം നാഷ്ടെല്ലാം ഉണ്ടാക്കി വെക്കും, നാഷ്ടയും കറിയെല്ലാം. അത് കഴിഞ്ഞിട്ട് കടിയിലേക്ക് പോകും. അപ്പോൾ ഞാനിന്ന് കടുമ്പുണ്ടാക്കാറുണ്ട്. ഞാൻ പച്ചരി കഴുകിയിട്ട് ആറാൻ വെച്ചിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കും. എന്നിട്ട് കടുമ്പുണ്ടാക്കൽ. അപ്പോൾ ഞാൻ കടുമ്പുണ്ടാക്കി വെച്ച് പിന്നെ കടുമ്പിനുള്ള കറി കടലയും കണ്ടലും ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് ഒന്ന് കറി ഉണ്ടാക്കി വെച്ച്. കടുമ്പിന് ബീഫും ചിക്കനെല്ലാം നല്ല കോമ്പിനേഷൻ. അപ്പോൾ എനിക്ക് ഇന്ന് ചിക്കൻ കിട്ടാൻ ലേറ്റാവും പറഞ്ഞു. അപ്പോൾ പിന്നെ ബയ്യ കൊണ്ടുവന്നാൽ അപ്പോൾ ചെറുങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ കടലക്കറി ഒന്ന് തേങ്ങ എല്ലാം അരച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി വെച്ച് പിന്നെ കടുമ്പ് ഒന്ന് ഉണ്ടാക്കി ഒട്ടിയിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുത്ത് വെച്ച്. അപ്പോൾ അത് രണ്ടൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച ഒരു സമാധാനം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കടിയൊന്നും ഉണ്ടാക്കില്ല, ഒരു 2 തരം കടി ഉണ്ടാക്കും ഡെയിലി. അങ്ങനെ ഞാൻ ഇന്ന് മുട്ട ബജി ഉണ്ടാക്കുക, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ബജിയും കൂടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിവടേൻ്റെ മസാല ഉണ്ടാക്കുമല്ലേ, ഉള്ളിയും കടലപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് അതിലേക്ക് മുട്ട വേവിച്ചിട്ട് അതിനെ 4 കഷ്ണമാക്കിയിട്ട് ഈ ഉള്ളിവടേൻ്റെ ഇതിലേക്ക് ഒന്ന് കോട്ടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കും. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ബജിയും അതേപോലെ വേവിച്ചിട്ട് ഒന്ന് സ്മാഷ് ആക്കിയിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് കടലമാവിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കും. അങ്ങനെ കടിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റർഡിന് രാവിലെ തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും തണുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് എടുത്ത് വെച്ച് പിന്നെ കടിയെല്ലാം ഒന്ന് പ്ലേറ്റിലാക്കിയിട്ടെല്ലാം മാറ്റി വെച്ച് കുറച്ച് ഫ്രൂട്ട്സ് കട്ടാക്കാനുണ്ടായി, അതും കട്ടാക്കിയിട്ട് എടുത്ത് വെച്ച്. ടൈം പോകുന്നത് അറിയില്ല, എത്ര പെട്ടെന്ന് ടൈമായി പോലെ. പണി തുടങ്ങിയാൽ പിന്നെ ടൈം പെട്ടെന്നാവും. അപ്പോൾ പിന്നെ വാങ്ങി കൊടുക്കാനായി എല്ലാം ഒന്ന് പ്ലേറ്റിലെല്ലാം ഇട്ട് ജ്യൂസ് ടാങ്ക് കലക്കി വെച്ച് 10 ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് വെക്കുമ്പോൾ വാങ്ങി കൊടുത്ത് അങ്ങനെ നോമ്പും തുറന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തെ നോമ്പ് തുറേൻ്റെ പുതിയ വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക.